ഗവൺമെൻറ് ഐ ടി മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ലിമിറ്റ്, ഫിറ്റ് ആൻഡ് ടോളറൻസ് എന്നുള്ള ഭാഗത്തെക്കുറിച്ചാണ്. ഞാൻ മനോജ് കെ മാണിക്കൻ, ജൂനിയർ ഇൻസ്ട്രക്ടർ ഗസ്റ്റ് ഫിറ്റർ ട്രേഡ്, ഗവൺമെൻറ് ഐ ടി മലമ്പുഴ. സോ ടോളറൻസ് സിസ്റ്റത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ചിത്രത്തിൽ ഒരു വർക്ക് പീസിൻ്റെ അല്ലെങ്കിൽ ഒരു മെഷീൻ പാർട്ടിൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ഡയമെൻഷനോട് കൂടിയുള്ള 2D ഫിഗറും ഉണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്ത് ഫൈനലി കിട്ടുന്ന 3D ഫിഗറും കാണിച്ചിട്ടുണ്ട്, CAD ഡ്രോയിങ്ങും കാണിച്ചിട്ടുണ്ട്. സോ ഇത്തരത്തിലൊരു വർക്ക് പീസ് മെഷീൻ ചെയ്ത് എടുക്കുന്ന സമയത്ത്, അതായത് മെഷീൻ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ പറഞ്ഞിരിക്കുന്ന ഡയമെൻഷൻസ് എക്സാക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫാക്ടേഴ്സ് ഈ വർക്ക് പീസിൻ്റെ ആക്യുറസിയെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ പ്രോപ്പർട്ടി, ടൂൾ വിയർ, സഫീഷ്യൻറ്റ് കൂളൻ്റ് നൽകേണ്ടതുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ വർക്ക് പീസിൻ്റെ ആക്യുറസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് ഡയമെൻഷൻ, നമുക്ക് ആവശ്യമുള്ള ഡയമെൻഷനിൽ തന്നെ വർക്ക് പീസ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. സോ അതുകൊണ്ട് നമ്മൾക്ക് ഇത് ഉപയോഗിക്കുന്ന ഭാഗങ്ങളിൽ ചെറിയ വേരിയേഷൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ വർക്ക് പീസിൻ്റെ ഡയമെൻഷനിലെല്ലാം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേരിയേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ വേരിയേഷൻസ് കൊടുത്തിട്ട് വേണം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ. ഇങ്ങനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് പീസിൽ അലോ ചെയ്യുന്ന ഡീവിയേഷനെ പറയുന്നതാണ് ടോളറൻസ് എന്ന് പറയുന്നത്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷനിൽ അലവബിൾ ഡീവിയേഷൻ നൽകുന്നതിനെയാണ് ടോളറൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 20 mm ഡയമീറ്റർ ഉള്ള ഷാഫ്റ്റിൽ അത് പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾ ലേത്തിലോ മറ്റും പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന സമയത്ത് എക്സാക്റ്റ് 20-ലായിരിക്കില്ല ലഭിക്കുക. അപ്പോൾ നമുക്ക് അത് ഉപയോഗിക്കുന്നിടത്ത് എന്ത് വെച്ചാൽ 20ക്കാൾ കുറച്ച് കൂടുതലോ കുറച്ച് കുറവോ, അതായത് ഒരു 20.01 അല്ലെങ്കിൽ 19.98 99 അത്തരം ഡയമീറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്താലും അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ 19.99-ഉം 20.01-ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതിൻ്റെ അക്സെപ്റ്റബിൾ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് ടോളറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ടോളറൻസ് ദ അലവബിൾ ഡീവിയേഷൻ ഫ്രം എ സ്റ്റാൻഡേർഡ്, ഒരു സ്റ്റാൻഡേർഡ് ഡയമെൻഷനിൽ നിന്നും നൽകുന്ന അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ, അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അക്സെപ്റ്റബിൾ ഡീവിയേഷൻ ആണ് ടോളറൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ദ റേഞ്ച് ഓഫ് വേരിയേഷൻ പെർമിറ്റഡ് ഇൻ മെയിൻറ്റെയിനിങ് എ സ്പെസിഫൈഡ് ഡയമെൻഷൻ ഇൻ എ മെഷീൻഡ് പീസ്. അതായത് ഡയമെൻഷനിൽ റേഞ്ച് ഓഫ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയമെൻഷനിൽ വേരിയേഷൻസ് കൊടുക്കുക. ആ വേരിയേഷൻ എന്ന് പറയുന്നത് മെഷീൻ പീസിൽ നമുക്ക് അത് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഉള്ള വേരിയേഷൻ, ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വേരിയേഷൻസ് ആയിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള വേരിയേഷനാണ് ടോളറൻസ് എന്ന് പറയുന്നത്. ഈ ടോളറൻസ് തന്നെ ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ടോളറൻസിൽ 18 ഗ്രേഡുകളാണുള്ളത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ IT എന്ന് വെച്ചുള്ള ലെറ്റർ കൊണ്ടാണ്. IT 00 മുതൽ IT 17 വരെ 18 ഗ്രേഡിലുള്ള ടോളറൻസ് ആണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അപ്പോൾ IT 0ക്ക് പെർമിറ്റ് ചെയ്യാൻ പറ്റുന്ന വേരിയേഷൻസ് ഇത്ര, ഇപ്പോൾ നോട്ട് ഇത്ര mm എന്നുള്ള ബേസിൽ പറഞ്ഞിട്ടുണ്ടാവും, .0 ഇത്ര mm എന്നുള്ള ബേസിൽ അങ്ങനെ 18 ഗ്രേഡ് ടോളറൻസ് ആണ് ഉള്ളത്. സോ ഇത്തരത്തിൽ നമ്മൾ ഈ ഡയമെൻഷണൽ വേരിയേഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ് നൽകുന്നത് എന്നുള്ളത് ആണ് പറയാൻ പോകുന്നത്. എന്താണ് ഇങ്ങനെ ഈ ടോളറൻസ് സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യണതിൻ്റെ ആവശ്യകത എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ടോളറൻസ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. It is impossible to manufacture a part or component to an exact size or geometry. അതായത് ഏതൊരു മെഷീൻ പാർട്ടും അല്ലെങ്കിൽ കോമ്പോണൻസും നമുക്ക് എക്സാക്റ്റ് ഡയമെൻഷൻ, അതായത് കറക്റ്റ് സൈസിലും കറക്റ്റ് ഡയമെൻഷനിലും അതുപോലെ തന്നെ കറക്റ്റ് ജിയോമെട്രിയിലും അത് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനിങ് പ്രോസസ്സ് ഉപയോഗിച്ചാലും there will be some micro variations. അതുകൊണ്ടാണ് ടോളറൻസ് സിസ്റ്റം, അത് ഈ അലവബിൾ ഡീവിയേഷൻ്റെ ഒരു സിസ്റ്റം ഇന്റർനാഷണലി ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ്, സിൻസ് വേരിയേഷൻ ഫ്രം ദ ഡ്രോയിങ് ഈസ് ഇൻവൈറ്റബിൾ
അക്സെപ്റ്റബിൾ ഡിഗ്രി ഓഫ് വേരിയേഷൻ മസ്റ്റ് ബി അപ്ലൈഡ്. അതായത് ഈ മെഷീൻ പാർട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഡ്രോയിങ്സിൽ വേരിയേഷൻസ് ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡയമെൻഷണൽ വേരിയേഷൻസ് ഇല്ലെങ്കിൽ ടോളറൻസ് അവിടെ നൽകേണ്ടതാണ്. രണ്ടാമത്തെ കേസ് പറയുന്ന സമയത്ത് അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു മെഷീൻ പാർട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ഉദ്ദേശിച്ച പോലെ ആയിട്ടില്ല ഡിസൈൻ ചെയ്ത് വരുന്ന സമയത്ത് അവിടെ ഡയമെൻഷണൽ വേരിയേഷൻസിന്റെ ആവശ്യം വരും. അപ്പോൾ ആ ഒരു വേരിയേഷൻസ് നമ്മൾ ഈ ടോളറൻസ് സിസ്റ്റം ഫോളോ ചെയ്തിട്ടാണ് ആ വേരിയേഷൻസ് അവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. നെക്സ്റ്റ്, ലാർജ് വേരിയേഷൻ മേ അഫക്ട് ദ ഫങ്ഷനാലിറ്റി ഓഫ് ദ പാർട്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പാർട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ പാർട്ടിൽ അക്സെപ്റ്റബിൾ വേരിയേഷൻസ് ഇല്ലെങ്കിൽ ടോളറൻസ് നൽകിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അത് ഒരുപാട് കൂടുതലാണെങ്കിൽ ആ ഡയമെൻഷനിൽ നൽകുന്ന വേരിയേഷൻസ് ഒരുപാട് കൂടുതലാണെങ്കിൽ ആ ഡിസൈൻ ചെയ്ത വർക്ക് പീസ് നമ്മൾക്ക് എവിടെയാണോ ഉദ്ദേശിച്ചത്, എവിടെ ഫിറ്റ് ചെയ്യാനാണോ അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷനാണോ പെർഫോം ചെയ്യുന്നത് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും. അതായത് ഒരുപാട് വേരിയേഷൻസ് കൊടുക്കണമെങ്കിൽ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു സ്റ്റാൻഡേർഡ് സിസ്റ്റം ഫോളോ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ടോളറൻസ് സിസ്റ്റം അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടോളറൻസ് എന്നുള്ള ടോളറൻസ് സിസ്റ്റം അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ്, ഇങ്ങനെ ഒരു ടോളറൻസ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു അലവബിൾ ഡീവിയേഷൻ കൊടുക്കുന്ന ടോളറൻസ് സിസ്റ്റം മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫീൽഡിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ കോൺസിക്വൻസ് അതിന്റെ വരുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ജനറലി ഇൻക്രീസസ് വിത്ത് സ്മോളർ ടോളറൻസ്. അതായത് നമ്മൾ ഒരു 20 mm ഇല്ലെങ്കിൽ ഒരു 50 mm ഡയമീറ്റർ ഉള്ള ഒരു ഷാഫ്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് 50ലേക്ക് തന്നെ നമ്മൾ ഫിനിഷ് ചെയ്ത് കിട്ടുമ്പോഴും ആ മെഷീനിങ് പ്രോസസ്സ് കോംപ്ലിക്കേറ്റഡ് ആവും. സോ അതിനനുസരിച്ച് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് പീസിന്റെ കോസ്റ്റും കൂടും. അതാണ് ഫസ്റ്റ് പറയുന്നത്. ടോളറൻസ് ലൈറ്റർ ആവുമ്പോൾ, അതായത് ഡയമെൻഷനോട് കൂടുതലായിട്ട് അടുക്കും തോറും ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് പീസിന്റെ കോസ്റ്റ് കൂടും. പിന്നെ പാർട്സ് വിത്ത് സ്മോളർ ടോളറൻസ് ഓഫൺ റിക്വയർ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് മാനുഫാക്ചർ. ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പുള്ള വർക്ക് പീസ് അതിൽ തന്നെ ടോളറൻസ് വളരെ കുറവാണ്. അതായത് ഡീവിയേഷൻസ് ഇപ്പോൾ അതിന്റെ ഡീവിയേഷൻസ് വളരെ കുറവാണെങ്കിൽ, വളരെ ചുരുങ്ങിയ ടോളറൻസിലാണ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ തന്നെ എന്ന് വെച്ചാൽ സ്പെഷ്യൽ പർപ്പസ് ആയിട്ടുള്ള സ്പെഷ്യൽ മാനുഫാക്ചറിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ മെഷീനിങ് പ്രോസസ്സ് ഇതെല്ലാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നൽകേണ്ടതുണ്ട്. അതായത് ജിക്സ് ആൻഡ് ഫിക്സ്ചർ പോലെയുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടായിരിക്കും അത് പെർഫോം ചെയ്യുക. അല്ലെങ്കിൽ സാധാരണ നമ്മൾ മാനുവൽ മെഷീനിങ് പ്രോസസ്സ് മാറിയിട്ട് ഓട്ടോമാറ്റിക് മെഷീൻസിലൊക്കെ ആയിരിക്കും അത്തരം ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള കോമ്പോണൻസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുക. സോ അതും അതിൻ്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ടോളറൻസ് അടുക്കും തോറും മാനുഫാക്ചറിങ് മെത്തേഡ്സിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്നുള്ളത് പറയുന്നത് പാർട്സ് വിത്ത് സ്മോളർ ടോളറൻസ് ഓഫൺ റിക്വയർ ഗ്രേറ്റർ ഇൻസ്പെക്ഷൻ ആൻഡ് കോൾ ഫോർ റിജക്ഷൻ ഓഫ് പാർട്സ്. അതായത് ഇത്തരത്തിൽ ആക്യുറസി കൂടിയ അഥവാ ലൈറ്റർ ടോളറൻസ് വളരെ കുറവായിട്ടുള്ള വർക്ക് പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ ഫോളോ ചെയ്താൽ മാത്രമാണ് അതിന്റെ ഡയമെൻഷൻസ് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇൻസ്പെക്ഷൻ രീതി വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടുള്ള ഇൻസ്പെക്ഷൻ ആണ് ആവശ്യമായിട്ട് വരിക. ലൈറ്റർ ടോളറൻസ് ആണെങ്കിൽ വളരെ സൂക്ഷ്മതയോടെയുള്ള ഇൻസ്പെക്ഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ അത്തരത്തിൽ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഈ വർക്ക് പീസുകളിൽ തന്നെ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പാർട്സ് ഒക്കെ ഒരേ ഡയമെൻഷനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അതിൽ ഈ പറഞ്ഞ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഇത്ര ലൈറ്റർ ടോളറൻസ് ആണെങ്കിൽ തന്നെ റിജക്ട് ചെയ്യാനുള്ള, അതായത് റിജക്ഷന്റെ ചാൻസും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ടോളറൻസ് സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് പറയുന്നത്. ഇനി ടോളറൻസിനെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് ഡയമെൻഷണൽ ടോളറൻസും ജിയോമെട്രിക്കൽ ടോളറൻസും ആണ്. ഡയമെൻഷണൽ ടോളറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഏതൊരു പാർട്ട് ഡിസൈൻ ചെയ്യുമ്പോഴും അതിനൊരു ഫിഗർ നമ്മൾ ഒരു 2D ഫിഗർ ഉണ്ടാവും. ആ 2D ഫിഗറിൽ നമ്മൾ 2D അല്ലെങ്കിൽ 3D എനിവേ
അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമെൻഷൻസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ടോളറൻസും കൂടെ മാർക്ക് ചെയ്യും. ആ ടോളറൻസ് ഇങ്ങനെ ഈ ഡയമെൻഷൻസിൽ, ഈ വർക്ക് പീസിന്റെ ഡയമെൻഷനിൽ നൽകുന്ന വേരിയേഷൻസ് ആണ് ഡയമെൻഷണൽ ടോളറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജിയോമെട്രിക്കൽ ടോളറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടുത്ത ക്ലാസ്സുകളിൽ അതുണ്ടാവും. അത് ജിയോമെട്രിക്കൽ ടോളറൻസ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു റെക്ടാങ്കുലർ റോഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ബേസിന്റെ ഭാഗത്ത്, ബേസിന്റെ ഭാഗം 4 ഭാഗവും ഫ്ലാറ്റ് ആയിരിക്കും. പക്ഷേ അതിന്റെ ഒരു ഭാഗം നമ്മൾ ബേസ് ആയിട്ട് അല്ലെങ്കിൽ റെഫറൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിനെ അപേക്ഷിച്ചിട്ട് മറ്റു ഭാഗങ്ങൾ എത്രത്തോളം ഫ്ലാറ്റ്നെസ് ഉണ്ട്, അങ്ങനെ ഒരു റെഫറൻസിനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് ഒരു ജിയോമെട്രിയെ റെഫറൻസായി വെച്ചുകൊണ്ട് സെയിം ജിയോമെട്രി ഉള്ള മറ്റൊരു ഭാഗത്തിൽ എത്ര വേരിയേഷൻസ് വരുന്നുണ്ട് എന്നുള്ളത്, എത്ര വേരിയേഷൻസ് ഉണ്ട്, അതിങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ജിയോമെട്രിക്കൽ ടോളറൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഡയമെൻഷണൽ ടോളറൻസിനെ കുറിച്ചാണ്. ഡയമെൻഷണൽ ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 20 mm ഷാഫ്റ്റ്, അതിൽ അക്സെപ്റ്റബിൾ വേരിയേഷൻ എന്ന് പറയുന്നത് 0.01 കൂടാം ഇല്ലെങ്കിൽ 0.01 കുറയാം. അങ്ങനെ ഈ 20 എന്നുള്ളത് 20.01 mm ആവാം, 19.99 mm ആവാം. അപ്പൊ അങ്ങനെ ഡയമെൻഷനിൽ കൊടുക്കുന്ന വ്യതിയാനങ്ങളെയാണ് നമ്മൾ, ആ വ്യത്യാസമാണ് ഡയമെൻഷണൽ ടോളറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഈ ടോളറൻസിന്റെ കുറച്ച് എലമെന്റ്സ് ഇല്ലെങ്കിൽ അതിന്റെ ടേംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ അതിന് ബേസിക് ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു ഷാഫ്റ്റ് ആൻഡ് ഹോൾ അസംബ്ലി. ഷാഫ്റ്റ് ആൻഡ് ഹോളിനെ അസംബ്ലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ടോളറൻസിന്റെ വിവിധ ടേംസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു പുള്ളി കാണിച്ചിട്ടുണ്ട്, ഒരു കീ കാണിച്ചിട്ടുണ്ട്, ഒരു സോളിഡ് ഷാഫ്റ്റും കാണിച്ചിട്ടുണ്ട്. ഇനി കൺസിഡർ ചെയ്യുക, ഈ കീയുടെ ആവശ്യം ഇല്ലാതെ തന്നെ ഷാഫ്റ്റ് ഇതിൽ ഫിറ്റ് ആവുകയാണെങ്കിൽ ഈ പുള്ളിന്റെ ഇന്നർ ഡയമീറ്ററിലേക്ക്, ഇന്നർ ഹോളിലേക്ക് ഷാഫ്റ്റ് ഫിറ്റ് ആവുകയാണെങ്കിൽ അതിന്റെ ഡയമെൻഷൻസ് എന്തായിരിക്കണം? രണ്ടും സെയിം ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിറ്റ് ആവുള്ളൂ, അല്ലേ? സോ ഇതാണ് ഒരു ബേസിക് അസംബ്ലി യൂണിറ്റ് ആയിട്ട് പറയുന്നത്. അതായത് ഒരു ഹോളോ പാർട്ടും ഒരു സോളിഡ് പാർട്ടും അതിന്റെ ഡയമെൻഷൻസിൽ വരുന്ന വേരിയേഷൻസിനെ വെച്ചിട്ടാണ്, ബേസ് ചെയ്തിട്ടാണ് മറ്റ് ഈ ലിമിറ്റ്, ഫിറ്റ്, ടോളറൻസ് എന്നുള്ള ഭാഗത്തുള്ള മറ്റ് ടേംസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ ഒരു സ്കിമാറ്റിക് സ്കെച്ചാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സ്കിമാറ്റിക് ഡയഗ്രാം ആണ് ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഷാഫ്റ്റ് കാണിച്ചിട്ടുണ്ട്, ഒരു ബ്ലൂ കളറിൽ ഷാഫ്റ്റ് കാണിച്ചിട്ടുണ്ട്, അതിന്റെ ഡയമെൻഷൻസ് കാണിച്ചിട്ടുണ്ട്, അതിന്റെ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ കാണിച്ചിട്ടുണ്ട്, മിനിമം ഡയമീറ്ററും മാക്സിമം ഡയമീറ്ററും ആയിട്ട് ഒരു റെഡ് കളറിൽ ടോളറൻസ് സോൺ, ഡാർക്ക് റെഡിൽ ടോളറൻസ് സോൺ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ആ ഷാഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മിനിമം ഡയമീറ്റർ കാണിച്ചിട്ടുണ്ട്, ഷാഫ്റ്റിന്റെ മാക്സിമം ഡയമീറ്ററും കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രീൻ കളറിൽ ഈ ഹോളിനെ ഫുൾ സെക്ഷൻ ചെയ്ത വ്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. അതിൽ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ഹോളിന്റെ ഇന്നർ ഡയമീറ്റർ, അതിന്റെ മിനിമം ഡയമീറ്റർ ആയിട്ട് ഒരു ഓറഞ്ച് കളറിലായിട്ട് ടോളറൻസ് സോൺ കാണിച്ചിട്ടുണ്ട്. ഈ ടോളറൻസ് സോൺ എന്ന് പറയുന്നത് ഈ ഹോളിന്റെ മാക്സിമം മിനിമം ആയിട്ടുള്ള ഡയമീറ്റർ ആണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എത്ര കൂടാം എത്ര കുറയാം, അതാണ് ഈ ഹോളിന്റെ ടോളറൻസ് സോൺ ആയിട്ടുള്ള ഓറഞ്ച് കളറിൽ കാണിച്ചിട്ടുള്ളത്. അതിൽ മിനിമം ഡയമീറ്ററും ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, മാക്സിമം ഡയമീറ്ററും കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സെയിം ഷാഫ്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഷാഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എത്ര ഡയമെൻഷൻ മിനിമം, എത്ര ഡയമെൻഷൻ വരെ ആവാം, മാക്സിമം എത്ര ഡയമെൻഷൻ വരെ ആവാം എന്നുള്ളതാണ് റെഡ് കളർ ടോളറൻസ് സോണിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ മിനിമം ഡയമീറ്ററും മാക്സിമം ഡയമീറ്ററും കാണിച്ചിട്ടുണ്ട്. ഇനി കൺസിഡർ ചെയ്യുക, നേരത്തെ കാണിച്ച ഫിഗറിൽ അല്ലെങ്കിൽ ഒരു ഹോളോ ആയിട്ടുള്ള ഒരു പുള്ളി അല്ലെങ്കിൽ ബിയറിംഗ് അല്ലെങ്കിൽ അതിന്റെ ഇന്നർ ഹോളും അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഷാഫ്റ്റും, അതിൽ ലൂസ് ആയിട്ടുള്ള ഒരു ഷാഫ്റ്റ് ആണ് അതിൽ ഇൻസേർട്ട് ചെയ്യുന്നെങ്കിൽ ആ ഷാഫ്റ്റ് ആ ഹോളിന്റെ അടിഭാഗത്ത് ഇല്ലെങ്കിൽ ബേസിൽ ടച്ച് ചെയ്തിട്ടുണ്ടാവും, ബാക്കി ഭാഗം ഒരു ഗ്യാപ്പും കാണും. അങ്ങനെയെങ്കിൽ ഈ ഷാഫ്റ്റും ഹോളും ടച്ച് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് അതിന്റെ റഫറൻസ് പ്ലെയിൻ എന്ന് പറയുന്നത്, അതിനെ റഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അവിടെ നിന്നാണ് ഷാഫ്റ്റിന്റെ ഔട്ടർ ഡയമീറ്ററും ഹോളിന്റെ ഇന്നർ ഡയമീറ്ററും അതുപോലെ അതിന്റെ ടോളറൻസ് എല്ലാം നമ്മൾ മെഷർ ചെയ്യണം. ആ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റഫറൻസ് പ്ലെയിൻ ആയിട്ട് എടുക്കുന്നത് വെച്ചാൽ ഈ ഷാഫ്റ്റും ഹോളും
തമ്മിൽ മുട്ടി നിൽക്കുന്ന, അതായത് ഒരു പോയിന്റിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നതായിട്ട് കൺസിഡർ ചെയ്യുക. ആ പോയിന്റിലൂടെ ഉള്ള ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതാണ് അതിന്റെ റെഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇനി ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് സൈസ് എന്നാണ് പറയുന്നത്. ബേസിക് സൈസ് എന്ന് പറഞ്ഞാൽ ദ സൈസ് വിത്ത് റെഫറൻസ് ടു വിച്ച് ദ ലിമിറ്റ്സ് ഓഫ് സൈസ് ആർ ഫിക്സ്ഡ്. അതായത് ബേസിക് സൈസ് ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു 50 mm ഷാഫ്റ്റും 50 mm ഹോളും ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ 50 mm ഹോളോ പാർട്ടും 50 mm സോളിഡ് പാർട്ടും 50 mm ഡയമീറ്ററുള്ള ഈ 2 പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ റിക്വയർഡ് ഡയമെൻഷൻ എത്രയാണ്? 50 mm. ഈ 50 എന്ന് പറയുന്നതാണ് അതിന്റെ ബേസിക് സൈസ് എന്ന് പറയുന്നത്. അതായത് അത് ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ബേസിക് സൈസ് എന്ന് പറയുന്നത് ആ ഷാഫ്റ്റിന് തൊട്ട് മുകളിലായിട്ട് ബേസിക് സൈസ് കാണിച്ചിട്ടുണ്ട്. ഈ ബേസിക് സൈസ് ഇപ്പോൾ ആക്ച്വലി നമ്മുടെ റിക്വയർഡ് ഡയമെൻഷൻ ആണ് ബേസിക് സൈസ് എന്ന് പറയുന്നത്. ഈ ബേസിക് സൈസിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ലൈനാണ് സീറോ ലൈൻ എന്ന് കാണിച്ചിരിക്കുന്നത്. ഈ ബേസിക് സൈസിന്റെ എക്സ്റ്റൻഷൻ ആണ് എന്ത് പറയുന്നത്? ആ എക്സ്റ്റൻഷൻ ലൈനിനെയാണ് എന്ത് പറയുന്നത്? സീറോ ലൈൻ എന്ന് പറയുന്നത്. ഈ സീറോ ലൈൻ വെച്ചിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ ടോളറൻസിന്റെ ലിമിറ്റുകൾ എത്ര കൂടാം എത്ര കുറയാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത് ഈ സീറോ ലൈൻ വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ബേസിക് സൈസ് എന്താണെന്ന് മനസ്സിലായി. നമുക്ക് ആക്ച്വലി എത്ര ഡയമെൻഷൻ, അതായത് നമുക്ക് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഡയമെൻഷൻ, അതായത് നമ്മളൊരു പാർട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ പാർട്ടിന്റെ നമ്മൾക്ക് ആവശ്യമില്ല റിക്വയർഡ് ഡയമെൻഷൻ അതിൽ കാണിച്ചിട്ടുണ്ടാകും. ആ റിക്വയർഡ് ഡയമെൻഷൻ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഷാഫ്റ്റ് 20 mm പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. 20 mm ഡയമീറ്ററിലും 100 mm ലെങ്ത്തിലും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ 20ഉം 100ഉം ആണ് അതിന്റെ ബേസിക് സൈസ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ നൽകുന്ന വേരിയേഷൻ ആണ് +0.1 ഇല്ലെങ്കിൽ -0.1 എന്നായിട്ടുള്ള അത് അതിന്റെ ടോളറൻസ് ആണ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ സൈസ്. ആക്ച്വൽ സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ടോളറൻസ് കൊടുത്തു, ഇല്ലെങ്കിൽ ±0.02 എന്നുള്ളത് ഒരു ടോളറൻസ് ആണ്. അതായത് 0.02 കൂടാം 0.02 കുറയാം, അതാണ് +or-0.02 എന്ന് പറയുന്നത്. അതിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഷാഫ്റ്റ് ഡയ 20 ±0.02 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷാഫ്റ്റിന്റെ ഡയമെൻഷൻ 20-ൽ നിന്നും 0.02 കൂടാം, 20-ൽ നിന്നും 0.02 കുറയാം. ഓക്കെ. ഇനി ഇങ്ങനെ ടോളറൻസ് കൊടുത്തിട്ട് ഒരു ഷാഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ ഈ ഫൈനലി ഈ ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടോളറൻസ് റേഞ്ചിൽ എവിടെയെങ്കിലും ആയിരിക്കും ഈ ഷാഫ്റ്റിന്റെ ആക്ച്വൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഈ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് കിട്ടുന്ന ഷാഫ്റ്റിന്റെ ഡയമെൻഷൻ ഒന്നില്ലെങ്കിൽ 0.2 കൂടുതലായിട്ടുള്ള 20-നേക്കാൾ 0.2 കൂടുതലായിട്ടുള്ളതാവാം, ഇല്ലെങ്കിൽ 22 പോയിന്റ് കുറഞ്ഞതാവാം, ഇല്ലെങ്കിൽ ഇതിനിടയിലുള്ള ഏതെങ്കിലും ഒരു ഡയമെൻഷൻ ആവാം, അല്ലേ? അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് വർക്ക് പീസ് ടോളറൻസ് കൊടുത്ത് പ്രൊഡ്യൂസ് ചെയ്ത ശേഷം നമ്മൾ അത് മെഷർ ചെയ്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡയമീറ്റർ ഇല്ലെങ്കിൽ കിട്ടുന്ന ഡയമെൻഷൻ അത് എത്രയാണോ അതാണ് ആക്ച്വൽ സൈസ്. അതായത് ആഫ്റ്റർ പ്രൊഡ്യൂസിങ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന സൈസ് ആണ് ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ സീറോ ലൈൻ. ഞാൻ ഈ ഫിഗറിൽ ഓൾറെഡി കാണിച്ചു. ബേസിക് സൈസ് എന്താണെന്ന് പറഞ്ഞു. ബേസിക് സൈസ് എന്ന് പറഞ്ഞപ്പോൾ ഷാഫ്റ്റിന്റെ കേസിലും ഹോളിന്റെ കേസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഷാഫ്റ്റിന്റെയും ഹോളിന്റെയും നമുക്ക് ആവശ്യമായിട്ടുള്ള ടോളറൻസ് ഇല്ലാതെയുള്ള ഡയമെൻഷൻ, ടോളറൻസ് കൊടുക്കാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡയമെൻഷൻ എത്രയാണ്? ഇപ്പോൾ ഷാഫ്റ്റ് 20 ആണെങ്കിൽ ഹോളും 20 ആയിരിക്കും. പിന്നെയാണ് അതിന് ടോളറൻസ് കൊടുക്കുന്നത് +or- എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത്ര .0 ഇത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടോളറൻസ് നൽകുന്നത്. അപ്പോൾ ഈ ടോളറൻസ് ഒഴിവാക്കിയിട്ട് ഉള്ള ആ ഡയമെൻഷൻ മാത്രമായിട്ട് എടുക്കുക, അതാണ് അതിന്റെ ബേസിക് സൈസ്. ഇനി ഈ ടോളറൻസ് കൊടുത്ത് ഈ ഡയമെൻഷനിൽ ടോളറൻസ് കൊടുത്ത് അത് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഷാഫ്റ്റും ഹോളും മെഷർ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ കറക്റ്റ് അതിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? നമ്മൾ ഈ നൽകിയ വേരിയേഷന്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും വരിക. അപ്പൊ അതാണ് അതിന്റെ ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത്. പിന്നെ ഈ സീറോ ലൈൻ എന്ന് പറയുന്നത് ഈ ബേസിക് സൈസിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ലൈനാണ് എന്ത്? സീറോ ലൈൻ എന്ന് പറയുന്നത്. അത് ഫിഗറിൽ നോക്കി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി ലിമിറ്റ് ഓഫ് സൈസ്, അതായത് നേരത്തെ പിക്ചറിൽ കാണിച്ച പോലെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹോളിന്റെ കേസ് ആണെങ്കിൽ ഹോളിന്റെ ടോളറൻസ് കാണിച്ചിരിക്കുന്നത് ഓറഞ്ച് കളറിലുള്ള ആ ഒരു ഭാഗമാണ് ഹോളിന്റെ ടോളറൻസ് സോണായിട്ട് കാണിച്ചിരിക്കുന്നത്. അതേപോലെ ഷാഫ്റ്റിന്റെ ടോളറൻസ് സോൺ കാണിച്ചിരിക്കുന്നത് റെഡ് കളറിലുമാണ്. അപ്പോൾ ഇതിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റബിൾ ഡീവിയേഷന്റെ റേഞ്ച് ആണ് ഈ ലിമിറ്റ്സ് എന്ന് പറയുന്നത്. എത്ര കൂടാം എത്ര കുറയാന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഷാഫ്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഷാഫ്റ്റിന്റെ മിനിമം ഡയമീറ്ററും അതുപോലെ ബേസിക് സൈസും, അതായത് ബേസിക് സൈസ് അഥവാ സീറോ ലൈൻ നമ്മൾ ഡിഫറൻസ് ആണ്
അതിൻ്റെ ലോവർ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഷാഫ്റ്റിന്റെ മാക്സിമം ഡയമീറ്റർ, ടോളറൻസ് കൊടുത്തിട്ടുള്ള മാക്സിമം ഡയമീറ്ററും സീറോ ലൈൻ അഥവാ ബേസിക് സൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതിന്റെ അപ്പർ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഷാഫ്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഷാഫ്റ്റിന് 2 ലിമിറ്റ് ഉണ്ട് അല്ലേ, ലോവർ ലിമിറ്റും ഉണ്ട് അപ്പർ ലിമിറ്റും ഉണ്ട്. ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ആ ഷാഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം ഡയമെൻഷൻ, അതായത് ടോളറൻസിൽ കാണിച്ചിരിക്കുന്ന ഏറ്റവും മിനിമം വാല്യൂ. അതേപോലെ ടോളറൻസ് കൊടുത്തുകൊണ്ടുള്ള ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നതാണ് അതിന്റെ മാക്സിമം ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞപ്പോൾ അങ്ങനെ ടോളറൻസ് കൊടുത്ത് ഉണ്ടാക്കുന്ന ഷാഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ് 20 ± 0.02 എന്ന് പറഞ്ഞാൽ ഈ +0.02 ആണ് അതിന് എന്തെന്ന് പറയുന്നത് അപ്പർ ഡീവിയേഷൻ, അതായത് ഷാഫ്റ്റിന്റെ മാക്സിമം. അതായത് ബേസിക് സൈസിൽ നിന്നും 20 ആണ് അതിന്റെ ബേസിക് സൈസ്, +0.2 ആണ് അതിന്റെ അപ്പർ ലിമിറ്റ്, പിന്നെ +0.02 ആണ് അതിന്റെ അപ്പർ ലിമിറ്റ്, അതേപോലെ -0.02 ആണ് അതിന്റെ ലോവർ ലിമിറ്റ്. ഓക്കെ, ആ ഈ +0.02 -0.02 തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് എന്ത് പറയുന്നത് ടോളറൻസ് എന്ന് പറയുന്നത്. ആ ടോളറൻസിനെയാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ള റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടാണ് ഇവിടെ ഷാഫ്റ്റ് ടോളറൻസ് ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ അപ്പോൾ ലോവർ ഡീവിയേഷനും അപ്പർ ഡീവിയേഷനും ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അതേപോലെ തന്നെയാണ് ഹോളിലും ഇതേപോലുള്ള ടോളറൻസ് നമ്മൾ നൽകുന്നുണ്ട്. ആ ഹോളിന്റെ ടോളറൻസ് എന്ന് പറയുന്നത് ഓറഞ്ച് കളറിലാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ആ ഹോള് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഡയമെൻഷൻ എന്ന് പറയുന്നത്, ഹോളിന്റെ ഇന്നർ ഡയമീറ്റർ ഏറ്റവും കുറവാകുന്നതാണ് അതിന്റെ മിനിമം ഡയമീറ്റർ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ ഓറഞ്ച് സോണിന്റെ ഏറ്റവും അടിഭാഗത്തുള്ള ലൈനാണ് അതിന്റെ മിനിമം ഡയമീറ്റർ. റെഫറൻസിൽ നിന്ന് ആ ലൈൻ വരെയുള്ളതാണ് അതിന്റെ മിനിമം ഡയമീറ്റർ. ആ മിനിമം ഡയമീറ്ററും ഈ സീറോ ലൈനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതിന്റെ ലോവർ ഡീവിയേഷൻ ആയിട്ട് ഹോളിന്റെ ലോവർ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഈ ഹോളിന്റെ മാക്സിമം ഹോൾ എത്ര വലുതാവാന്നുള്ളത് ഈ ഓറഞ്ചിന്റെ മുകളിലത്തെ ലൈനിലാണ് കാണിച്ചിരിക്കുന്നത്. മാക്സിമം അതാണ് അതിന്റെ മാക്സിമം ഡയമീറ്റർ എന്ന് പറയുന്നത്. ഈ മാക്സിമം ഡയമീറ്ററും ഈ സീറോ ലൈനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഹോളിന്റെ അപ്പർ ഡീവിയേഷൻ. അപ്പോൾ ഒരു ബേസിക് ഫിറ്റിംഗ് ആണ് നമ്മൾ ഷാഫ്റ്റ് ആൻഡ് ഹോൾ അസംബ്ലി എന്ന് പറഞ്ഞത്. ഈ ഷാഫ്റ്റ് ആൻഡ് ഹോൾ അസംബ്ലിയിൽ ഹോളും ഷാഫ്റ്റും തമ്മിൽ ജോയിന്റ് ചെയ്തിട്ടുള്ള ഒരു ഫിഗർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഈ ഷാഫ്റ്റും ഹോളും ടച്ച് ചെയ്ത് നിൽക്കുന്നതിന് റെഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ, അതായത് ബേസിക് സൈസ്, അപ്പർ ഡീവിയേഷൻ, ലോവർ ഡീവിയേഷൻ, ടോളറൻസ് സോണ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ്. മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 ± 0.02 ഇതാണ് ലിമിറ്റ്. 20 എന്നുള്ള ബേസിക് സൈസ് ആണ്. ± 0.02 എന്ന് പറയുന്നത് അതിന്റെ ടോളറൻസ് വാല്യൂ ആണ്. അപ്പോൾ അതിൽ കൂടിയ വാല്യൂ, അതായത് +or-0.02 എന്ന് പറഞ്ഞാൽ +0.02 ആണ് അതിന്റെ മാക്സിമം ലിമിറ്റ്. അതായത് 20യേക്കാൾ +0.02 കൂടാം. ആ +0.02 എന്ന് പറയുന്നത് അതിന്റെ കൂടിയ ലിമിറ്റ് ആണ്. അതുപോലെ -0.02 ± ആ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് -0.02 എന്ന് പറയുന്നതാണ് അതിന്റെ മിനിമം ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ അസംബ്ലിയിൽ ഡിസ്കസ് ചെയ്ത ഷാഫ്റ്റ് എന്നുള്ള ഭാഗം, അതായത് എ ടേം യൂസ്ഡ് ബൈ കൺവെൻഷൻ ടു ഡെസിഗ്നേറ്റ് ഓൾ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് എ പാർട്ട് ഇൻക്ലൂഡിംഗ് ദോസ് വിച്ച് ആർ നോട്ട് സിമെട്രിക്കൽ. അതായത് ഒരു പാർട്ടിന്റെ പുറംഭാഗത്തുള്ള സവിശേഷതകളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടേമാണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഹോൾ എന്ന് പറയുന്നത്. ഒരു പാർട്ടിന്റെ ഇന്റേണൽ ആയിട്ടുള്ള സവിശേഷതകളെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ടേമാണ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടേമാണ് ഹോൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഷാഫ്റ്റും ഹോളും ആണ് നമ്മൾ ബേസിക് ഫിറ്റിംഗ്, ഒരു ബേസിക് ഫിറ്റിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഷാഫ്റ്റ് ഹോൾ അസംബ്ലി ആണ്. സോ നമ്മൾ മെക്കാനിക്കൽ ലാംഗ്വേജിൽ ഈസി ടു ആക്സസ് എന്ന് പറയുന്നത് ഷാഫ്റ്റിനെ മെയിൽ പാർട്ടായിട്ടും ഹോളിനെ ഫീമെയിൽ പാർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുന്ന മെയിൽ പാർട്ട് ആൻഡ് ഫീമെയിൽ പാർട്ടായിട്ട് ഉള്ളതാണ് ഫിറ്റിംഗ് അസംബ്ലിയിൽ യൂസ് ചെയ്യുക. സോ ഇതിൽ ഷാഫ്റ്റാണ് മെയിൽ, ഹോൾ എന്ന് പറയുന്നതാണ് ഫീമെയിൽ പാർട്ടായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ്
സം ഡെഫിനിഷൻ, അതായത് അലവൻസ് ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ബേസിക് ഡയമെൻഷൻ ഓഫ് ദ മേറ്റിംഗ് പാർട്സ്. ഇപ്പോൾ നമ്മൾ ഒരു ഷാഫ്റ്റും ഹോളും പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ ഈ ഷാഫ്റ്റിൻ്റെ ഡയമെൻഷനും ഹോളിൻ്റെ ഡയമെൻഷനും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്, അലവൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഷാഫ്റ്റിൻ്റെ ഡയമെൻഷൻസ് കുറവും ഹോളിൻ്റെ ഡയമെൻഷനും കൂടുതലാണ്, ഹോള് വലുതും ഷാഫ്റ്റ് ചെറുതുമാണെങ്കിൽ അതിനെ, അതായത് വെൻ ദ ഷാഫ്റ്റ് സൈസ് ഈസ് ലെസ്സർ ദാൻ ദ ഹോൾ സൈസ് ദെൻ ദ അലവൻസ് ഈസ് പോസിറ്റീവ്. അപ്പോൾ ലെസ്സർ ആണെങ്കിൽ ആ അലവൻസ് പോസിറ്റീവ് അലവൻസ് എന്ന് പറയും. അത് നമ്മളുടെ അപ്പോൾ ഒരു 50 mm ഷാഫ്റ്റും 52 mm ഹോളും ആണെങ്കിൽ അവിടെ എത്ര വ്യത്യാസം ഉണ്ടാവും? ഷാഫ്റ്റും ഹോളും തമ്മിൽ 2 mm വേരിയേഷൻ ഉണ്ട്. ഈ 2 mm എന്ന് പറയുന്നത് എന്തായി? പോസിറ്റീവ് അലവൻസ് ആണ്. ഓക്കെ. വെൻ ദ ഷാഫ്റ്റ് സൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഹോൾ സൈസ്, ഇനിയിപ്പോൾ നേരെ തിരിച്ചാണ്, 52 mm ഷാഫ്റ്റും ആണ് അതേപോലെ 50 mm ഹോളും ആണെങ്കിൽ ഹോളിനേക്കാൾ 2 mm കൂടുതലാണ് ഷാഫ്റ്റ്. അപ്പോൾ ആ 2 mm എന്ന് പറയുന്നത് നെഗറ്റീവ് അലവൻസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ടോളറൻസ്. ടോളറൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ടോളറൻസ് ഓണിന് ഒരു മിനിമം ലിമിറ്റ് ഉണ്ടാവും. മിനിമം ഇത്രയാവാം, മാക്സിമം ഇത്രയാവാം എന്നുള്ള 2 ലിമിറ്റുകൾ ഉണ്ടാവും. ഈ ലിമിറ്റിനിടയിൽ വരുന്ന ഡയമെൻഷൻ്റെ പരിധിയാണ് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ലിമിറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ലിമിറ്റ് ആൻഡ് മിനിമം ലിമിറ്റ് ആണ് എന്ത് പറയുന്നത്? ടോളറൻസ് എന്ന് പറയുന്നത്. ടോളറൻസ് സോൺ. അപ്പോൾ ഈ ദ സോൺ ബിറ്റ്വീൻ ഇപ്പോൾ നമ്മൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ടോളറൻസിന്റെ റേഞ്ച്, ഇപ്പോൾ മാക്സിമം ലിമിറ്റും മിനിമം ലിമിറ്റിന് ഇടയിലുള്ള സ്പേസ് ആണ് ടോളറൻസ് സോൺ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, അപ്പർ ഡീവിയേഷൻ. ഇറ്റ് ഈസ് ദ ആൽജബ്രിക് ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം സൈസ് ആൻഡ് ബേസിക് സൈസ്. അതായത് ബേസിക് സൈസിൽ നിന്നും ഉള്ള മാക്സിമം ഡീവിയേഷൻ. അതായത് ഒരു ഷാഫ്റ്റ് അല്ലെങ്കിൽ ഹോള്, ഇതിനൊക്കെ ഒരു ബേസിക് സൈസ് ഉണ്ട്. അപ്പോൾ ഷാഫ്റ്റിന് ഹോളിൻ്റെ ഒരു ബേസിക് സൈസ് എന്ന് പറയുമ്പോൾ ഒരു നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ 20 ഷാഫ്റ്റും 20 ഹോളും, ഇത് ബേസിക് സൈസ്. ഓക്കെ. പ്ലസ് ഓർ മൈനസ് 0.02 എന്ന് പറയുന്നത് അതിൻ്റെ ടോളറൻസ്. ഓക്കെ. 2 ടോളറൻസുകൾ, പ്ലസും മൈനസും ആയിട്ടുള്ള ടോളറൻസ്. അപ്പോൾ അതിൻ്റെ അപ്പർ ഡീവിയേഷൻ എന്ന് പറയുന്നത് +0.02 ആണ്. അതായത് കൂടിയ ഡീവിയേഷൻ, ആൽജിബ്രിക് ഡീവിയേഷൻ, അതായത് കൂടുതലായിട്ടുള്ളത്. അതുപോലെ ലോവർ ഡീവിയേഷൻ എന്ന് പറയുന്നത് സെയിം, ഇത് 20 mm ഷാഫ്റ്റ് പ്ലസ് ഓർ മൈനസ് 0.02 ആണെങ്കിൽ അതിൻ്റെ ലോവർ ഡീവിയേഷൻ എന്ന് പറയുന്നത് -0.02. നെക്സ്റ്റ്, നമ്മൾ ഈ ടോളറൻസ് സിസ്റ്റത്തെ തന്നെ 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാഫ്റ്റും ഹോളും തമ്മിൽ അസംബിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഫിറ്റിങ്സ് കിട്ടുന്നത്. അല്ലേ? അതായത് ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ മേറ്റ് ചെയ്യുമ്പോഴാണ് അത് ടൈറ്റ് ആയിട്ടുള്ള ഫിറ്റ് ആണോ ലൂസ് ആയിട്ടുള്ള ഫിറ്റ് ആണോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷാഫ്റ്റിന്റെ ഡയമെൻഷൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഷാഫ്റ്റ് ഒരു കോൺസ്റ്റന്റ് ഡയമെൻഷനിലായിരിക്കും. പക്ഷെ ടോളറൻസ് അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ഡീവിയേഷൻസ് നമ്മൾ കൊടുക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഹോളോ പാർട്ടിലാണ് ഈ ഡയമെൻഷൻസിന്റെ വ്യത്യാസങ്ങൾ കൊടുക്കുക. അതിനനുസരിച്ച് ഈ ഡയമെൻഷൻ വ്യത്യാസങ്ങൾ വരുന്നതനുസരിച്ച് ഡിഫറെന്റ് രീതിയിലുള്ള ഫിറ്റിങ്സ്, ടൈറ്റ് ആയിട്ടുള്ള ഫിറ്റ് ആവാം, ചിലപ്പോൾ ലൂസ് ആയിട്ടുള്ള ഫിറ്റ് ആവാം, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അതുവഴിയാണ് ലഭിക്കുക. നെക്സ്റ്റ് വൺ ഹോൾ ബേസിസ് സിസ്റ്റം. ഹോൾ ബേസിസ് സിസ്റ്റത്തിൽ ഇത്രയുള്ളൂ. ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റത്തിൽ ഷാഫ്റ്റിന്റെ ഡയമെൻഷനാണ് കോൺസ്റ്റന്റ് എങ്കിൽ ഹോൾ ബേസിസ് സിസ്റ്റത്തിൽ വരുമ്പോൾ ഹോൾ ആയിരിക്കും കോൺസ്റ്റന്റ്. അതായത് ഒരു 50 mm ഷാഫ്റ്റ് 50 mm ഹോള് ഉണ്ടാക്കാൻ വേണ്ടെങ്കിൽ ഹോള് ഇപ്പോൾ 50 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 50 ആയിരിക്കും. പക്ഷെ ടോളറൻസ് നമ്മൾ കൊടുക്കുന്നത് ഷാഫ്റ്റിലായിരിക്കും. ഷാഫ്റ്റ് ആയിരിക്കും 50 കൂടുതലാണോ 50 കുറവാണോ എന്നുള്ളത് ഷാഫ്റ്റിലേക്കാണ് നമ്മൾ ടോളറൻസ് നൽകുക. അതാണ് ഹോൾ ബേസിസ് സിസ്റ്റത്തിന്റെ പ്രത്യേകത. ഹോൾ ബേസിസിൽ ഹോളിന്റെ ഡയമെൻഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ഷാഫ്റ്റ് ബേസിസിൽ ഷാഫ്റ്റിന്റെ ഡയമെൻഷൻ ആയിരിക്കും കോൺസ്റ്റന്റ്. പകരം അലവൻസ് കൊടുക്കുന്നത് ഷാഫ്റ്റ് ബേസിസിലാണെങ്കിൽ ഷാഫ്റ്റ് കോൺസ്റ്റന്റും ഹോളിൽ അലവൻസും, ഹോൾ ബേസിസിലാണെങ്കിൽ ഹോളിന്റെ ഡയമെൻഷൻ കോൺസ്റ്റന്റും ഷാഫ്റ്റിൽ അലവൻസും കൊടുക്കും. ഇനി ഈ ഡയമെൻഷണൽ ടോളറൻസ് നമ്മൾ 2 തരത്തിലുള്ള ടോളറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ജിയോമെട്രിക്കൽ ടോളറൻസും ഡയമെൻഷണൽ ടോളറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഡയമെൻഷണൽ ടോളറൻസിന് തന്നെ അഗൈൻ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. യൂണിലാറ്ററൽ ടോളറൻസ് ആൻഡ് ബൈലാറ്ററൽ ടോളറൻസ് എന്ന് പറയുന്നുണ്ട്.
യൂണിലാറ്ററൽ ടോളറൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് വേരിയേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് വേരിയേഷൻസ്, ഏതെങ്കിലും ഒരു വേരിയേഷൻ മാത്രമായിരിക്കും കൊടുക്കുക. ഇപ്പോൾ ഷാഫ്റ്റിന്റെ ഡയമെൻഷൻ എങ്കിൽ അതിൽ ഒന്നില്ലെങ്കിൽ കൂടാന്നുള്ള, അതായത് ഷാഫ്റ്റ് ഇപ്പോൾ ഒരു 20 mm ഷാഫ്റ്റ്, അതിന് ഡയമെൻഷൻ 20 + 0.02 എന്ന് പറഞ്ഞാൽ 20 ആവാം, 20.02 ആവാം. ഇതിനിടയിലായിരിക്കും അതിന്റെ ഡയമെൻഷൻസ് വരിക. അതിൽ ഒറ്റ വേരിയേഷൻ ഉള്ളൂ, പക്ഷെ കുറയാൻ പാടില്ല. അത് പോസിറ്റീവ് വേരിയേഷൻ മാത്രമേ കൊടുത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിംഗിൾ വേരിയേഷൻ മാത്രമാണ് കൊടുക്കുന്നത്. അതായത് അങ്ങനെ അത്തരത്തിലുള്ള ടോളറൻസിനെയാണ് യൂണിലാറ്ററൽ ടോളറൻസ്. യൂണിലാറ്ററൽ ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാവ് ഓൺലി സിംഗിൾ വേരിയേഷൻ, എയ്തർ പോസിറ്റീവ് വേരിയേഷൻസ് ഓർ നെഗറ്റീവ് വേരിയേഷൻസ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ വേരിയേഷൻ മാത്രമേ ടോളറൻസിൽ നൽകുള്ളൂ. ഇനി ബൈലാറ്ററൽ ടോളറൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള വേരിയേഷൻസും കൊടുത്തിട്ടുണ്ടാവും. അതായത് ഒരു ഷാഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ഹോൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഹോളിൽ കൂടുതലായിട്ടുള്ള ഡയമെൻഷൻ എത്ര കൂടാന്നുള്ളതും പറഞ്ഞിട്ടുണ്ടാവും, എത്ര കുറയാന്നുള്ളതും ടോളറൻസിൽ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ടോളറൻസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് വെച്ചിട്ടുള്ള ടോളറൻസ് ആണ്. പ്ലസ് ഇത്ര വാല്യൂ, മൈനസ് ഇത്ര വാല്യൂ എന്ന് സ്പെസിഫൈ ചെയ്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ബൈലാറ്ററൽ ടോളറൻസ് എന്ന് പറയുന്നത്.